ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതിൽ കുറ്റം സമ്മതിച്ച സഹപാഠി സദറുൽ അനം ഹരിപ്പാട് സ്വദേശി സാവരിയെ മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിക്കുകയും ചെയ്തുവെന്നാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. സദറുൽ അനം തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സവരിയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തിക്കും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ മലയാളി വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. എന്താണ് ഈ കൃത്യത്തിന് ഇയാളെ നയിച്ചത്? എന്താണ് ഇയാൾ കുറ്റസമ്മതമായി പറഞ്ഞിരിക്കുന്നത്? മനീഷ്, സ്മൃതി, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ പോലീസിൽ നിന്നുള്ള വിവരമാണ് നമുക്ക് എംബസിയിൽ നിന്നൊരാളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതനുസരിച്ച് നിലവിൽ ഇന്നലെയാണ് ഇയാൾ കുറ്റം സമ്മതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് ഈ 22-കാരനായിട്ടുള്ള സഹപാഠി കൂട്ടിയായിട്ടുള്ള പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനമായിരുന്നു. ആശുപത്രിയിൽ പെൺകുട്ടിയെ എത്തിച്ചു. മറ്റു സഹപാഠികൾക്കൊപ്പം അവിടെയുള്ള ഒരു സിറ്റി ഹോസ്പിറ്റൽ, ബുഖാറയുള്ള സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ സമയത്ത് കുട്ടിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് സഹപാഠികൾ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ സഹപാഠി സദറുൽ അനം കുറ്റം സമ്മതിച്ചിരുന്നില്ല. ഇന്നലെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ മുഖത്തടക്കമുള്ള മറ്റു ശരീരഭാഗത്തടക്കം ദേഹോദ്രവം ലഭിച്ചത്, അതായത് മാരകമായി ഉപദ്രവിച്ചതിന് മറ്റു പാടുകളുണ്ട്. ഇവർ തമ്മിലുള്ള ചില വാക്ക് തർക്കമാണ്. അതായത് ഹോസ്റ്റൽ മുറി എത്തി മുറി പൂട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ച ശേഷം പിന്നീട് ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടിയെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ടോടെ മരിക്കുക. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. തലച്ചോറിലുണ്ടായ അമിതമായ രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വ്യക്തമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നിലവിൽ ആ രാജ്യത്ത് തന്നെ വിചാരണ ഈ ചെറുപ്പക്കാർ നേരിടേണ്ടി വരും. ഹരിപ്പാട് സ്വദേശിയാണ്. ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയാണ്. 21 വയസ്സ് മാത്രമാണ് പ്രായം. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് അവിടെ ഉള്ള സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ രണ്ടുപേരും പഠിക്കാൻ പോയത്. 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അതിനിടയിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം ഡൽഹിയിൽ എത്തിക്കും. അതിനുശേഷം വൈകിട്ടോടെ ഹരിപ്പാട് വസതിയിലേക്കും എത്തിക്കും. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.